വെരി ടച്ചിങ് ആക്ച്വലി എനിക്ക് തന്നെ അറിയാം പേഴ്സണലി എത്ര കുട്ടികൾ ഇങ്ങനത്തെ ഒരു ട്രോമയിൽ കൂടെ കടന്നു പോകുന്നത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാൻ കുറേ കാലത്തിന് ശേഷം നല്ലൊരു മൂവി കണ്ടത്. സ്വീറ്റിക്കേണ്ടി വന്ന പക്ഷെ വന്നത് നഷ്ടമായില്ല. എന്താ പറയുക, ഇതൊരു സിനിമയാണ്, ഇതിലുള്ളവരെ ക്യാരക്ടേഴ്സാണ്, കുറച്ച് പേര് അനുഭവങ്ങളോട് സ്വീറ്റിക്ക് എന്ന് പറഞ്ഞ അവരഭിനയിക്കുമ്പോൾ ഞാൻ ജീവിക്കണം. ശരിക്കും ഇതിലൊരു ട്രോമ ഉണ്ട്, അത് ഇതിൽ പറഞ്ഞ പോലെ തീരില്ല. ആ ട്രോമ ലൈഫ് ട്രോമ അപ്പം അത് മനസ്സിലാക്കാനുള്ള സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല, നിയമങ്ങളുണ്ടായിട്ടില്ല. അതുണ്ടാവട്ടെ. ഹലോ, നമസ്കാരം. എങ്ങനെയുണ്ട് അഭിനയിച്ച സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ? എന്താ പറയുക, ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറയും. അഭിനേത്രി എന്ന രീതിയിൽ ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ്, ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്നൊരു കഥ പറയുന്ന സിനിമയാണ് ബട്ടർഫ്ലൈ ഗേൾ. ബിക്കോസ് അത് ആരോട് തുറന്ന് പറയണം, അത് ആരോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊക്കെ സ്റ്റക്ക് ഓൺ ചെയ്യുന്നൊരു കഥയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ റെസ്പോൺസ് പറയട്ടെ. അഭിനേത്രി എന്ന രീതിയിൽ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അതിലൊരു വിജയമുണ്ട്. അതെല്ലാം ഓവർകം ചെയ്ത് വരുന്ന വലിയൊരു കഥ അതിൻ്റെ അകത്തുണ്ട്. ആ സ്ത്രീക്ക് ജീവിക്കാനുള്ളൊരു വലിയൊരു ഫ്രീഡം, അതുപോലെ തന്നെ പിന്നെ ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു മൂവിയാണ്. വലിയൊരു മെസ്സേജാണ് ഈ സിനിമ. അപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച അഭിനേതാക്കൾക്കും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും, അതുപോലെ നിങ്ങളുടെ ഐ നീഡ് യുവർ ഓൾ ദി സപ്പോർട്ട് ആൻഡ് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് അബൌട്ട് ദ മൂവി. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫാമിലി ചിത്രമാണ്. അപ്പോൾ പുതുമുഖങ്ങളായതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രതികരണവും ഫീഡ്ബാക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു. നന്ദി. സിനിമയെ പിന്തുണയ്ക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമ ബട്ടർഫ്ലൈ ഗേൾ 85 വളരെ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. കാണണം. ഉറപ്പായിട്ടും. എങ്ങനെയുണ്ട് സിനിമ? മൂവിയാണ്. നമുക്ക് ഒരുപാട് ഇമോഷൻസിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഇമോഷണലി മൂവിയാണ്. എല്ലാവരും കാണാം, എല്ലാവരും തിയേറ്ററിലൂടെ കാണാം. ബട്ടർഫ്ലൈ ഗേൾ ഒരു നല്ലൊരു ഫിലിമാണ്. ആക്ടിങ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. എന്ത് തോന്നുന്നു? സന്തോഷമായി. കള്ളം പറയാൻ പാടില്ല. കണ്ടവരോട് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ. പിന്നെ ഹലോ ഏട്ടാ. നാളെ ഞാൻ കേൾക്കുന്ന ഒരു പടമാണ്. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ പോയ മൂവിയാണ്. നല്ല കലാമൂല്യമുള്ള അൺകൺവെൻഷണൽ തിങ്കിങ്, ഓഫ് ബീറ്റുള്ള ഫിലിം, വുമൺ എംപവർമെന്റ് കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചെറിയ കണ്ടന്റ് ഉള്ള നല്ല മൂവീസ് എൻകറേജ് ചെയ്യണം. പിന്നെ കുറച്ച് സെക്സ് പെർഫെക്ഷൻ കാണിക്കുന്നുണ്ട്. മിക്ക ആർട്ട് മൂവീസ് ഒരു ടോപ്പിക്, അത് മനസ്സിലാണല്ലോ. പക്ഷെ എനിക്ക് നല്ല മൂവിയാണ്. ഇങ്ങനത്തെ പടങ്ങൾ എൻകറേജ് ചെയ്യുക. എല്ലാവരും ഫിലിം ഫെസ്റ്റിവൽ മൂവിയാണ് കാണാതിരിക്കരുത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇങ്ങനത്തെ വലിയൊരു ബിഗ് മാസ് മസാല മൂവിക്കാണ് വേണ്ടത്. ഇങ്ങനത്തെ കണ്ടന്റ് ഉള്ള ലോ ബഡ്ജറ്റ് സ്മോൾ മൂവീസാണ്. നല്ല മെസ്സേജ് ഉണ്ട്. വുമൺ എംപവർമെന്റ് എല്ലാം കാണിക്കുന്നുണ്ട്. മെയിൻ റോൾ നന്നേ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭാവിയിൽ ഒരു സഭാനാസ്തിയോ സ്മിത പട്ടേലാവാൻ കഴിവുള്ള ആക്ട്രസ്സാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സിനിമയിൽ ഇപ്പം A സർട്ടിഫൈഡാ പറയണത്, അപ്പൊ അത് മാത്രം എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഇത് ആർട്ട് മൂവിയാണ്. മിക്ക ആർട്ട് മൂവീസ് എടുക്കുമ്പോൾ സെക്സ് ടോപ്പിക്കും വരാറുണ്ട്. അങ്ങനെ വന്നാണ്. പക്ഷെ അത് ഫാമിലിക്ക് കാണാൻ പറ്റില്ല. എന്നാലും നല്ല മൂവി തന്നെയാണ്. എന്തായാലും കാണേണ്ട ഒരു മെച്ചൂർഡ് ഓഡിയൻസ് കാണുന്ന മൂവിയാണ്. പക്വതയുള്ള ഫാമിലി ആൾക്കാർ കാണുന്ന മൂവിയാണ്. താങ്ക് യു. സിനിമ കണ്ടു. നിങ്ങൾക്ക് എന്താ പറയാൻ? നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാമോ? നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ആക്ച്വലി ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവരും ചോദിച്ചു എന്താ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അത് ആക്സിഡന്റലി സംഭവിച്ചതാണ്. പക്ഷെ ഇപ്പം ഞാൻ വളരെയേറെ പ്രൗഡാണ്. ഇത്രയും സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് സിനിമയാക്കാൻ സാധിച്ചു എന്നുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടാൽ മാത്രമേ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തുള്ളൂ. എനിക്ക് നമ്മളെപ്പോഴും പല കാര്യങ്ങൾ ഫേസ് ചെയ്ത ആളുകളെ ഇര എന്ന രീതിയിൽ മുദ്രകുത്തി അവർക്ക് വേണ്ടി തുടക്കത്തിൽ മീഡിയ ആയാലും മനുഷ്യരായാലും എല്ലാവരും സംസാരിക്കും. പക്ഷെ ഇവർക്കൊരു അപ്പുറത്തെ അവർ പേറുന്ന ഒരു അതെന്താ അതിന് പേരെനിക്കറിയില്ല, അതുണ്ട്. ഞാനും ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നുപോയ ആളാണ്. അപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ന്യൂസോ കേസോ ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് നിറങ്ങളുണ്ടായിരിക്കും. ആ നിറങ്ങളെല്ലാം കൂടി ഒരൊറ്റ നിറയായി മാറുന്ന ഒരു ദിവസം അത് നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഓരോ നിമിഷവും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോൾ എവിടെയാ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല. ഇത് കഴിഞ്ഞ് പല രീതിയിൽ പല സപ്പോർട്ടുകളൊക്കെ വരുമായിരിക്കും. പക്ഷെ ഒരിക്കലും
നമുക്ക് ഞാൻ പറയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മരണം വരെ അല്ലെങ്കിൽ ഏത് ഏജിലും അത് നമ്മളെ വിട്ടുപോകില്ല. വൺസ് നമ്മൾ അതിൻ്റെ ഇരയായി കഴിഞ്ഞാൽ എന്നും ഇരയാണ്. അത് ഞാനൊരു ഓഡിയനായിട്ടിരുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സിനിമ ആയതുകൊണ്ടല്ല, ആ പലതും നമ്മളെ ചില എൻ്റെ ഏജിൽ ആർക്കും അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഫേസ് ചെയ്തവർ അതിൻ്റെ ഭാരവും പേരിൽ ലൈഫ് ലോങ് പോവുമായിരുന്നു. ഇന്ന് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സ്കൂളുകളും ഒക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ച അവരുടെ ഒരു സപ്പോർട്ടിന്, ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഏത് ഏജിലും ആണിനും പെണ്ണിനും ഒക്കെ സംഭവിക്കാം. പക്ഷെ ആ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ റേഷ്യോ ഇപ്പോഴും കൂടി വരികയാണ്, ഒരിക്കലും കുറയുന്നില്ല. ഈ സബ്ജക്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് പല രീതിയിൽ എന്നെ റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഞാൻ പറയുകയാണെങ്കിൽ ഓരോ മനുഷ്യനും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും കാണണം. നിങ്ങൾക്ക് പലർക്കും സംഭവിച്ചതാവാം, ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ. അതിനെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഒരു സിനിമയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് എല്ലാത്തിനും ഒരു സൊല്യൂഷനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സിനിമ കാണണം. പിന്നെ ഇതൊക്കെ ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ സംസാരിച്ചതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഇനിയും അവസരങ്ങൾ വരണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. എനിക്ക് കാലിബർ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ